നമ്മുടെ ഈ ജനകീയോത്സവത്തിൽ ഇന്ന് നമ്മൾ ഓണം, ബക്രീദ് ദിവസങ്ങളുടെ ഓർമ്മകൾ കൂടി പുതുക്കിയാണ് നിൽക്കുന്നത്. നമ്മുടെ ഇതൊരു കുറച്ചൊരു അക്കാഡമിക് സെമിനാറിന്റെ രൂപത്തിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വിഷയമൊക്കെ ഉണ്ട് ഇവിടെ. മതേതര കേരളം ഇന്നലെ ഇന്ന് എന്നുള്ളതാണ് നമ്മളിവിടെ വിഷയം നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയവും നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയവുമാണിത്. മതേതര കേരളം അല്ലേ? ഓരോരുത്തരുടെയും ചിരിയിൽ കാണുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ കേട്ടോ. ഇവിടെ ഈ സംഘാടകരെ ഞാൻ ഏറ്റവും അധികം അനുമോദിക്കുകയാണ്. കാരണം സാധാരണ ഒരു സ്ത്രീപക്ഷ പ്രോഗ്രാം നടന്നാൽ പോലും വേദിയിൽ സ്ത്രീകളുടെ എണ്ണം ശുഷ്കമായിരിക്കും, സദസ്സിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലുമായിരിക്കും. എല്ലായിടത്തും പൊതുവെ ഇപ്പൊ കാണുന്നത് അങ്ങനെയാണ്. ഏത് വലിയ രാഷ്ട്രീയ പരിപാടികളാണെങ്കിൽ പോലും സദസ്സിൽ ഭൂരിഭാഗം സ്ത്രീകളും വേദിയിൽ വളരെ ശുഷ്കമായി നാമമാത്രമായി. ഇപ്പം ഒരു വിമർശനം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വായനശാലയുടെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ വിമർശനമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹികൾ എല്ലാവരും പുരുഷന്മാരാണ്. കേരളത്തിൽ ആരെയും ഒരു സ്ത്രീയെ അല്ലേ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ത്രീകൾ പ്രമുഖരായിട്ടോ സ്ത്രീകൾ പ്രതിഭയുള്ളവരായിട്ടോ അർഹതയുള്ളവരായിട്ടോ ഇല്ലാതിരുന്നത് കൊണ്ടല്ല, എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഒരാൾ പോലും ഒരു സ്ത്രീയില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ വിമർശനമായിട്ട് തന്നെ ഇത്ര വലിയൊരു സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്ന സാംസ്കാരിക ഔന്നിത്യമുള്ള ഒരു ഈ വേദിയെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനത് ഉറക്കെ പറയുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ കേരളം, മതേതര കേരളം ഇന്നലെ ഇന്ന് എന്നുള്ള വിഷയം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. മഹാകവി വെങ്കിട്ട അപ്പറാവു പറഞ്ഞൊരു കാര്യമുണ്ട്. ദേശം എന്നാൽ അത് വെറും മണ്ണല്ല, ദേശം എന്നത് അവിടുത്തെ ജനങ്ങളാണ്. ഒരു രാഷ്ട്രം എന്നത് വെറുതെ, ഒരു രാജ്യം എന്നത് വെറുതെ ഒരു മണ്ണല്ല, അത് രാഷ്ട്രമാവുന്നത് അവിടുത്തെ ജനങ്ങളാകുമ്പോഴാണ്. അങ്ങനെ ഒരു ദേശം എന്നത് വെറും മണ്ണല്ല, ഒരു ദേശം എന്നത് അവിടുത്തെ ജനങ്ങളാണ്. ഇതിനെയാണ് ഭാസ്കരമാഷ എഴുതി നമ്മളൊക്കെ ഇങ്ങനെ വായ്പാരി പോലെ ഒരുപാട് അർത്ഥമെന്ന പാരി നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, അത് നമ്മെ നാമാക്കി മാറ്റിയ ജന്മഗൃഹമാണ്. ആ ഒരു ക്യാൻവാസിൽ, ആ ഒരു അർത്ഥത്തിൽ ഏറ്റവും തെളിമയാർന്ന ഏറ്റവും വലിയ മാനവികതയുടെ ഈറ്റില്ലം, മാനവികത ഏറ്റവും നന്നായി പ്രയോഗിക്കപ്പെടുന്ന ഒരു ദേശമാണ് കേരളം. പക്ഷേ ഈ കേരളത്തിൽ അന്നും ഇന്നും നമ്മൾ ഈ മതേതരം എന്നുദ്ദേശിക്കുന്നിടത്ത് അത് അന്നും ഇന്നും അത് മതമല്ല, അത് ജാതിയാണ്. ജാതിയും മതവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മതവും ജാതിയും എങ്ങനെയാ കാണുക? നമ്മളുടെ എല്ലാവരുടെയും ഒരു മനസ്സിൽ മതത്തിന്റെ ഉൾപിരിവാണ് ജാതി എന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ലേ? ഒരുപക്ഷെ സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് മതം ജാതി രണ്ടും എഴുതണം. ഹിന്ദു ഈഴവ, ഹിന്ദു ഈഴവ. അപ്പൊ ഹിന്ദുവിന്റെ അകത്തുള്ള ഒരു പിരിവാണ് ഈഴവ, അല്ലേ? അങ്ങനെ എല്ലാവരും ധരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ എല്ലാവരും ധരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അപ്പൊ ജാതി എന്താണ്, മതം എന്താണ്? ജാതി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യരിൽ പ്രയോഗിക്കുന്നത്? മതം എങ്ങനെയാണ് പ്രയോഗിക്കപ്പെടാൻ ആഗ്രഹിച്ചത്? ആ മതത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ മതം യഥാർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലാണോ പ്രയോഗിക്കപ്പെടുന്നത്, അഥവാ അത് ഏത് രീതിയിലാണ് മലീമസമായത്? ഒരുപക്ഷെ മതേതര കേരളം ഇന്നലെ ഇന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്രയും തലത്തിലേക്ക് പോവേണ്ടതുണ്ട്, ഉണ്ടാവണം.
അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ? നമ്മളിപ്പോ പറഞ്ഞ പോലെ, ഭാസ്കര മാഷ് പറഞ്ഞതുപോലെ, പാരിൽ നേടുവിൽ കേവലം ഒരു മടി മണ്ണല്ല ഭാരതം. പിന്നെ ഭാരതം എന്താണ്? ഭാരതത്തിന്റെ ഔദ്യോഗിക മതം എന്ന് പറയുന്ന ഹിന്ദുമതം യഥാർത്ഥത്തിൽ അതെന്താണ്? യെസ്, ഇവിടെ ഉത്തരം വന്നു. അത് സിന്ധു നദീതട സംസ്കാരമാണ്. 75,000 വർഷങ്ങൾക്ക് മുമ്പ് നായാടികളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഭാഗങ്ങളിൽ മനുഷ്യനിങ്ങനെ ലക്ഷ്യമില്ലാതെ എവിടെയെങ്കിലും ഒക്കെ നായാടികളായിട്ട് ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്ന സമയത്ത്, ഇന്ന് ഭക്ഷണം മതി, അത് നായാടി തന്നെയാണ് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി നടക്കുന്ന സമയത്ത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത് ഒരു ദേശത്തെത്തി. നല്ല ഒരു പുഴയൊഴുകുന്നുണ്ട്, നദി ഒഴുകുന്നുണ്ട്. ആ നദീതടങ്ങളിൽ കാറ്റിന് സുഗന്ധമുണ്ട്. ആ നദീതടത്തെ മണ്ണിന് കൂടുതൽ മാർദ്ദവമുണ്ട്. ആ നദിയിലെ വെള്ളത്തിന് കൂടുതൽ സ്വാദുണ്ട്. ആ നദീതടങ്ങളിലുള്ള ഭയങ്കര കുളിരുള്ള ഒരു ജീവനുള്ളതായി തോന്നി. അവൻ അവിടെ തന്നെ നിന്നു. അവിടെ നിന്ന് എടുത്ത കായ്കനികൾ ഇന്ന് വരെ ഭക്ഷിച്ചതിനേക്കാൾ സുന്ദരമായി സ്വാദുള്ള കായ്കനികളായി. അവൻ കഴിച്ച കായ്കനിയുടെ വിത്ത് അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവാം. നമുക്കത് ഒന്ന് നേരത്തെ പറയുന്നത് പോലെ, ഒരു രസമുള്ള കഥ പോലെ ആലോചിച്ച് നോക്കിയാൽ, അല്ലെ നമ്മുടെ ഭാവനയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ വിത്ത് അവിടെ വീണത് സാധാരണയിൽ കഴിഞ്ഞ് വേഗത്തിൽ വളർന്നിട്ടുണ്ടാവാം. ആ വളർന്ന ചെടിക്ക് എന്നും കാണുന്നതിനേക്കാൾ പുഷ്ടി അവന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇങ്ങനെ സമൃദ്ധമായ സിന്ധു നദിയുടെ തീരം അവനെ ആകർഷിച്ച് മാടി 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 വിളിച്ചു. അത് ഈ ലോകത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് വന്നവരല്ല. പേർഷ്യയിൽ നിന്നെത്തി, ഈജിപ്തിൽ നിന്നെത്തി, അങ്ങനെ എവിടുന്നൊക്കെയോ നടന്ന് ആരൊക്കെയോ ഇവിടെ എത്തി. ഇവിടെ വന്നവർക്ക് ആർക്കും പോകാൻ തോന്നില്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് താമസമായിട്ട് അധികം നാളായില്ല. പക്ഷെ തിരുവനന്തപുരംകാരൻ പൊതുവെ പറഞ്ഞു, ഇവിടെ വന്നിട്ടുണ്ടോ, ഇനി ഇവിടുന്ന് പോവില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതും തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങുക, താമസിക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ചില ദേശം അങ്ങനെയാ, ചില നാട് അങ്ങനെയാ, ചില ഇടങ്ങൾ അങ്ങനെയാ, നമ്മളെ ഇങ്ങനെ അങ്ങ് പിടിച്ചു നിർത്തും. തൃശ്ശൂർ അങ്ങനെയാ. കൊടുങ്ങല്ലൂരിന് അതിൻ്റെതായ ഇതുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അനുഭവമില്ല. എങ്കിലും കേരളത്തിന്റെ സാംസ്കാരിക നഗരമായിരിക്കുന്ന തൃശ്ശൂർ തീർച്ചയായിട്ടും ഒരാളെ പിടിച്ചു നിർത്തും. എന്ന് പറയുന്ന പോലെ സിന്ധു നദീതടങ്ങൾ എവിടുന്നൊക്കെയോ വന്ന് നായാടികളെ പിടിച്ചു നിർത്തി. അവർ ജീവസന്ധാരണത്തിന് അവിടെ തന്നെ നിന്നു. പലയിടത്തു നിന്നും വന്നവർ ഭക്ഷണം മാത്രമല്ല ജീവിതവും പങ്കുവെച്ചു. ഇന്നലകളിൽ ഒരാൾ ഇട്ടിട്ട് പോയത് ഇന്ന് വേറൊരാൾ എടുത്ത് കഴിച്ചു. അതിന്റെ പുറകെ വന്ന കുരങ്ങൻ അത് കഴിച്ചു. ഓരോ മൃഗങ്ങളും എല്ലാ ജീവജാലങ്ങളും പരസ്പരം ജീവിതം അവിടെ പങ്കുവെച്ചു. പലയിടത്തു നിന്ന് വന്നവർ ആരോഗ്യമുള്ള സമ്പുഷ്ടമായ ഇണകളെ പങ്കുവെച്ചു. പരസ്പരം ഇണകളെ പങ്കുവെച്ചു. പരസ്പരം ഇണ ചേർന്ന് സങ്കരം ചെയ്ത് വിവിധ ജാതി മതങ്ങളിലേക്ക്, വിവിധ ജാതികളിലേക്ക് മാറുന്ന ഒരു വലിയ മനുഷ്യജാലം സിന്ധു നദീതട സംസ്കാരങ്ങളിലുണ്ടാവും. നായാടിയും അവൻ കണ്ടുപിടിക്കുന്ന കൃഷിയിലും, അവൻ കണ്ടുപിടിക്കുന്ന ആയുധങ്ങളിലും, അവൻ കണ്ടുപിടിച്ച ജീവിത മാർഗങ്ങളിലുമായി ജീവിതം പോകെ വളർന്നു വരുവേ മുഖ ആകാരത്തിന്, ശാരീരിക ആരോഗ്യത്തിന്, നിറത്തില് എല്ലാം ഈ സങ്കരവും സങ്കലനവും വൈജാത്യങ്ങൾ ഏറി കൊണ്ടുവന്നു. വിവിധ രീതിയിലുള്ള ആളുകളുടെ ഒരു കൂട്ടമായിട്ട് ഈ സിന്ധു നദീ തടങ്ങളിലുള്ള ജീവജാല മനുഷ്യരാശി വളർന്നു വന്നു. ഇതിനിടയിൽ ബുദ്ധികൂർമ്മതയും കൗശലവുമുള്ളവർ ഒരു ഗോത്രമായി, സമൂഹമായി മനുഷ്യൻ വരുന്നിടത്ത് അവരെ നിയന്ത്രിക്കുന്ന ഇടങ്ങളിലേക്ക് മാറി. ബുദ്ധി കൗശലവും കൂർമ്മതയും ഉള്ളവർ ആ മനുഷ്യജാല സമൂഹത്തെ നിയന്ത്രിക്കുന്ന അധികാര ശബ്ദവും രീതികളും ഉള്ളവരിലേക്ക് മാറി.
ആകാരശേഷിയുള്ളവർ, വീര്യമുള്ളവർ, ധൈര്യമുള്ളവർ ഈ സമൂഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി മാറി. ഈ സമൂഹത്തിന്റെ കാവലാളുകളായി മാറി. ഇതിനിടയിൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക്, കച്ചവടങ്ങൾക്ക് രൂപം പകർന്നവരും ഭാവം പകർന്നവരും പ്രയോക്താക്കളുമായി ഒരു വിഭാഗം മാറി. എല്ലാത്തിലും താരതമ്യേന ശേഷി കുറഞ്ഞവർ, എല്ലാത്തിലും, ബുദ്ധിയിൽ, ശക്തിയിൽ, കൗശലത്തിൽ, കച്ചവടത്തിൽ, എല്ലാത്തിലും താരതമ്യേന ആകാര സൗഷ്ഠവത്തിൽ, ഭംഗിയിൽ, സൗന്ദര്യത്തിൽ ഓരോരോ മാനദണ്ഡങ്ങൾ വളർന്ന് വരവേ, ഒരു സിവിലൈസേഷൻ ഉയർന്നു വരവേ പല പല മാനദണ്ഡങ്ങൾ ഉണ്ടാവുന്നു. ഈ ഓരോരോ മാനദണ്ഡങ്ങളിലും ഏറ്റവും ശേഷി കുറഞ്ഞവർ എല്ലാവരുടെയും അടിമയായി, അടിയാളായി മാറുന്നു. എല്ലാവരുടെയും ദാസ്യരായി മാറുന്നു. ചാതുർവർണ്ണത്തിന്റെ ആവിർഭാവം അങ്ങനെ തുടങ്ങുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. തൊഴിൽ, കൗശലവും സൂത്രവുമുള്ള, ബുദ്ധിയുമുള്ളവർ സമൂഹത്തിന്റെ ഒട്ടാകെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കാൻ പുതിയ പുതിയ രീതികൾ ആവിഷ്കരിക്കുന്നു. കൊടുങ്കാറ്റിനെ, തീയിനെ, വെള്ളത്തിനെ, പ്രളയത്തിനെ, എല്ലാവരുടെയും നിഗൂഢമായ ഒരു അകലത്തിൽ ഒരു ശക്തിയായി, ഒരു പ്രഭാവമായി നിയന്ത്രിക്കുന്ന നിയന്ത്രണങ്ങളായി അവൻ അതിനെ ഉപയോഗിക്കുന്നു. നാടിനെ വീരയോദ്ധാവായി യുദ്ധം ചെയ്ത് കാക്കുന്നവൻ ക്ഷത്രിയൻ, അവന്റെ ശക്തിയിലുള്ള അധികാരം. ഈ രണ്ട് അധികാരങ്ങളും കൈകോർക്കുമ്പോൾ സമൂഹത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം വൈശ്യന്റെയും ആരുമല്ലാത്ത ശൂദ്രന്റെയും എല്ലാവരുടെയും അടിമയാകുന്ന അവന്റെയും പൊതുസമൂഹത്തിന്റെയും നിയന്ത്രണം ഈ മേധാവിത്വത്തിലേക്ക് വരുന്നു. രസമാണ് ചരിത്രം, വളരെ രസമാണ് ചരിത്രം. കഥ പറയുന്ന പോലെ കുട്ടികളോട് ഇന്നീ കഥ പറഞ്ഞു കൊടുക്കാൻ, കഥ പറയുന്നവനെ പോലെ കുട്ടികളോട് ഭാരതത്തിന്റെ സിവിലൈസേഷൻ, ഭാരത സംസ്കാരം, ഹിന്ദു എന്ന് പറയുന്ന ഒരു നദീകട സമ്പുഷ്ടമായിരുന്ന, സമൃദ്ധമായിരുന്ന, എല്ലാവരെയും ആകർഷിച്ചു നിർത്തിയ, എല്ലാവർക്കും ഇണചേർന്ന് ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന കാൽപ്പനിക സുഖങ്ങൾ നൽകിയ ഒരു ദേശത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നതിന് പകരം അതെന്റെ മതം, എന്റെ ഈശ്വര വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുന്നിടത്ത്, മറ്റാരും അല്ലാതാവുന്നിടത്ത് അത് ഈശ്വരന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപാസനയായി അധികാരത്തെ കൈയാളുന്ന രീതിയിലേക്ക് ഒരു മതം വളർന്നു പോകുന്നിടത്തേക്ക് ഈ ഹിന്ദു ഒരു മതമായി മാറുകയാണ്. പക്ഷെ നമുക്കത് വേണ്ട. നമുക്ക് ചരിത്രത്തിന്റെ സിവിലൈസേഷനിൽ അല്ലെങ്കിൽ സംസ്കരണത്തിൽ, ആ സാമൂഹ്യ സംസ്കാരത്തിൽ നമുക്കെങ്ങനെ ഇതെത്തി? ചാതുർവർണ്ണ്യം വളരെ കൃത്യമായി. ചാതുർവർണ്ണ്യം തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണ്യം ഒരു സമൂഹത്തിൽ നിലവിലേക്ക് വരികയാണ്. ഇവിടെ പിന്നീട് അധികാരവും അധ്വാനവും എല്ലാം മാറി ഭാരതത്തിൽ പൊതുവായി, ഞാൻ മുഴുവൻ ചരിത്രവും നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളൊക്കെ സ്കൂളിൽ കുറച്ചൊക്കെ പഠിച്ചു, പിന്നെ അത് എവിടെയൊക്കെ പോയി. പിന്നെ ഇഷ്ടമുള്ളവൻ ലൈബ്രറിയിലൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. നമ്മുടെ അധ്യക്ഷയൊക്കെ ഇതിങ്ങനെ അരച്ച് കലക്കി കുടിച്ചതാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഓരോ തലയാട്ടങ്ങളും എനിക്ക് പറയാനുള്ള ഉത്തേജനമായി നിൽക്കുന്നുമുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് കാലം വളർന്നു, കാലം കടന്നുപോയി. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ആര്യ സംസ്കാരം പിടിമുറുക്കി. ആര്യ സംസ്കാരം പിടിമുറുക്കുന്ന ഇടത്ത് ഈ ചാതുർവർണ്ണ്യം അതിന്റെ ഏറ്റവും പ്രബലമായ രീതിയിൽ മനുഷ്യനെ വിഭജിച്ച് നിർത്തി. വിഘടനവും വിദ്വേഷവും ഉണ്ടായി, തൊട്ടുകൂടായ്മകളുണ്ടായി, മാറി നിൽക്കലുകൾ ഉണ്ടായി. പക്ഷെ അപ്പോഴും 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ട് മുതലുള്ള ഇങ്ങോട്ടുള്ള കഥകൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം വരും. ചരിത്രം എന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും. ആ കഥകൾ എടുത്തു നോക്കുമ്പോൾ 18ഉം 19ഉം നൂറ്റാണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ വിപ്ലവങ്ങളുടെ കാലമാണ്, സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ കാലമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും അങ്ങനെയാണ്. മനുഷ്യന്റെ ശക്തിയിലേക്ക്, അധ്വാനത്തിലേക്ക്, വ്യക്തിത്വ ബോധത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, സാധ്യതകളിലേക്ക് വളരുന്ന സമയമാണ്
18, 19 നൂറ്റാണ്ടുകൾ ആ ശക്തിയിലേക്ക് വളരുന്ന സമയമാണ്. ഇന്ത്യയിൽ പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലം ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇന്ത്യൻ സംസ്കാരം വളരുന്നിടത്ത് തീർച്ചയായിട്ടും 18, 19 നൂറ്റാണ്ട് വിപ്ലവത്തിന്റെ കാലമാണ്, സാംസ്കാരിക വളർച്ചയുടെ കാലമാണ്. ഈ കാലത്തിന്റെ തുടക്കത്തിലും 18, 19 നൂറ്റാണ്ടിന്റെ ഒക്കെ മധ്യം വരെയും ഈ ചാതുർവർണ്ണ വ്യവസ്ഥിതി വളരെ ഹീനമായ രീതിയിൽ നമുക്ക് ഇവിടെ നടമാടിയിരുന്നു. മനുഷ്യന് മാത്രമല്ല, മരങ്ങൾക്ക് ജാതിയുള്ള കാലം, മരങ്ങൾക്ക് ജാതി അനുസരിച്ച് ഡ്യൂട്ടിയുള്ള കാലം, വളരെ മാർദ്ദവുമുള്ള സുഗന്ധമുള്ള പൂക്കൾ തരുന്ന, ഏതിനോടും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, അത്തരത്തിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ശരീരമുള്ള വള്ളിപ്പടർപ്പുകൾ പോലെയുള്ള സസ്യലതാദികൾ ബ്രാഹ്മണനാണ്. സസ്യജാലങ്ങളിൽ അത്തരത്തിലുള്ളവർ, സസ്യജാലങ്ങൾ ബ്രാഹ്മണരാണ്. ആലോചിച്ചു നോക്കൂ. പൂജാ പുഷ്പങ്ങൾ ഏതൊക്കെയാണ്? കൈയെത്തുന്ന ദൂരത്തു നിന്ന് നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിൽ സുഗന്ധമുള്ള, സൗന്ദര്യമുള്ള, നിറമുള്ള, ആകർഷണീയതയുള്ള, നമ്മളുടെ പരിധിക്ക് വരാൻ പറ്റുന്ന ചെമ്പരത്തിയും മുല്ലയും തെച്ചിയും ഇങ്ങനെയുള്ള പൂജാ പുഷ്പങ്ങൾ എന്തുകൊണ്ടെത്തി? വലിയ വലിയ വടവൃക്ഷങ്ങളായി വളർന്നു നിൽക്കുന്ന നമ്മുടെ എപ്പോഴും കാണും, നമ്മളുടെ രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ചും ഗ്രീഷ്മത്തിന്റെ അല്ലേ ഒക്കെ രാത്രി കാലങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെങ്ങനെ മതിപ്പിക്കുന്ന ഗന്ധമുള്ള ഏത് മരം? പാല. ഇങ്ങനെ അരോഗ ദൃഢഗാത്രനായി ഒരു ദേശം മുഴുവൻ വിഴുങ്ങി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പാലമരത്തിന്റെ പൂക്കൾ നമ്മൾ ആരെങ്കിലും പൂജയ്ക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. അത്തരത്തിൽ ആരോഗ്യമുള്ള, വളർന്നു വലുതായ, ദൃഢമായ തടികളോട് കൂടിയ വലിയ വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ വലിയ ബലമുള്ള വൃക്ഷങ്ങൾ ക്ഷത്രിയ വൃക്ഷങ്ങളാണ്. അവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ, കൊടിമരങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ കാലാകാലം നീണ്ടു നിൽക്കുന്ന, എരച്ചു പോകാത്ത അല്ലെങ്കിൽ ചിതലരിച്ചു പോകാത്ത, റെസിസ്റ്റൻസോട് കൂടി ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ ക്ഷത്രിയ മരങ്ങളാണ്. പിന്നെ നമ്മൾ പറയുന്ന വട്ട, മറ്റേ എന്താ കുറെ ചെറു ഇടത്തരം, എന്താ നമ്മളിങ്ങനെ പറയുമല്ലോ, എന്തൊക്കെയോ പേരുകളിട്ട്, പാലായിലോട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ അധികം പൈസയൊന്നുമില്ല, എന്നാ നാടിന് ആ ഭൂമിക്ക് ഭാരമായി നിൽക്കും, അത് വെട്ടി വിറ്റേക്കാം എന്ന് പറയുന്ന വട്ട പോലെയൊക്കെയുള്ള യെസ് അത് തന്നെ, അതാണ് അതിന് വാക്ക്, പാഴ്മരങ്ങൾ. ഈ പാഴ്മരങ്ങളൊക്കെ പൈശ്യഗണത്തിൽപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിൽ ഒരു 10 രൂപ 100 രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം, വിറകിനെടുക്കാം എന്നൊക്കെ പറയുന്ന വൈശ്യഗണത്തിൽപ്പെടുന്നു. ആർക്കും വേണ്ടാത്ത ഉപദ്രവകാരികളായിട്ടുള്ള പാഴ്മുള്ളുകൾ ഉപദ്രവിക്കുന്നവർ, ആർക്കും വേണ്ടാത്ത കുറെ ചെടികൾ അതിനപ്പുറത്തേക്ക് വരുന്നു. മനുഷ്യരിൽ പിന്നെയും തിരിവുണ്ടായിട്ട് അന്ത്യജന്മങ്ങളായി അഞ്ചാം ഇടത്ത് നിന്നുകൊണ്ട് പൊന്തക്കാട്ടിൽ ഒഴിപ്പിച്ച കുറെ അധികം നികൃഷ്ട ജന്മങ്ങളുണ്ടായി. പക്ഷെ ആ കാലഘട്ടത്ത്, നമ്മൾ പറയുന്ന കാലഘട്ടത്ത്, സാമൂഹ്യ പരിഷ്കരണത്തിന് മുന്നേയുള്ള ആ കാലഘട്ടത്തിന്റെ ജാതി വ്യവസ്ഥയിൽ പരസ്പര കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്പൂരിയുടെ വീട്ടിൽ പശു ചത്താൽ ബ്രാഹ്മണന്റെ വീട്ടിൽ പശു ഇല്ലാതെ പറ്റില്ലല്ലോ. പാല്, നെയ്യ്, മോര്, സാത്വിക ഭക്ഷണങ്ങൾ വേണം. ക്ഷത്രിയന്റെ കൊട്ടാരത്തിലും ഇതെല്ലാം ഉണ്ട്, രാജാവിനായിട്ട് അത് തന്നെയുണ്ട്. ദേവന്മാർക്ക് ഇന്ന പശുവിന്റെ ഇന്ന പുല്ല് തിന്നുന്ന, ഇന്ന പോലെ സസ്യജാലങ്ങൾ, ബ്രാഹ്മണിക്കലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന പശുക്കൾ വേണം പൂജയ്ക്ക് ഇതായിട്ട് എടുക്കാൻ വേണ്ടി. അങ്ങനെ അതിനും മൃഗങ്ങൾക്കും ഈ ചാതുർവർണ്ണ സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നിടത്ത്, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇന്നും നമ്മളതിനെ ഗോവ് ഇന്നും മാതാവാണ്. ശാഠ്യത്തോടെ തിരിച്ചു വരികയാണ്, ശാഠ്യത്തോടെ പറയുകയാണ്, ഗോമാംസം ഭക്ഷിക്കുന്നത് തെറ്റാണ് എന്ന് പറയുകയാണ്, എന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ പിന്നടുത്ത് നടക്കുന്ന ഇടത്തേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിന്തകൾ ചരിത്രത്തിലേക്ക് പോകണം, എങ്ങനെ വരുന്നു എന്ന് പോകണം.
അങ്ങനെ പശുക്കൾക്ക് ഇന്ന പുല്ല് തിന്നണം, ഇന്ന ചെടി തിന്നണം, ഇന്ന പോലെയുള്ള ചെടി തിന്നിട്ടുള്ള പശുക്കളിൽ നിന്നുള്ള പാലുകൾ എടുത്തിട്ട് വിഷ്ണു ഭഗവാൻ ഒരു തരത്തിലുള്ള നേദ്യവും ശിവന് വേറൊരു തരത്തിലുള്ള നേദ്യവും എന്ന് പറയുന്ന സംസ്കാരവും നമ്മുടെ സാമൂഹ്യ മനുഷ്യ ജീവിതത്തെയാണ് വിഘടിപ്പിച്ചത്, മറ്റൊന്നിനെയുമല്ല. വൈഷ്ണവ ശൈവ സംസ്കാരങ്ങൾ വിഘടിപ്പിച്ചത് മനുഷ്യ സമൂഹത്തെയാണ്, മറ്റൊന്നിനുമല്ല. വേർതിരിച്ച് രണ്ട് കളങ്ങളിലേക്ക് സ്പർദ്ധയോടെ മാറ്റി നിർത്തിയത് അത് മനുഷ്യനെ മാത്രമാണ്. ആ മനുഷ്യനെ അങ്ങനെ മാറ്റി നിർത്താൻ സർവ്വചരാചരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ പക്ഷേ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്റെ വീട്ടിൽ പശു ചത്താൽ ബ്രാഹ്മണൻ കുഴിച്ചിടില്ല, ക്ഷത്രിയൻ കുഴിച്ചിടില്ല, വൈശ്യനും കുഴിച്ചിടില്ല. അത് കുഴിച്ചിടാൻ ശ്വാസം കണ്ടാൽ, ശ്വാസം കേട്ടാൽ, എന്തിന് ശബ്ദം കേട്ടാൽ അയിത്തം കൽപ്പിക്കുന്ന ശൂദ്രൻ വന്നിച്ചിട്ട് വേണം ഈ പശുവിനെ കുഴിച്ചിടാൻ. കൊടുക്കൽ വാങ്ങലുകളുടെ മനുഷ്യൻ തമ്മിൽ അഭേദ്യമായ, നമുക്ക് ഭിന്നിപ്പിക്കാൻ പറ്റില്ലാത്ത, നമുക്ക് മറുത്ത് പറയാൻ പറ്റില്ലാത്ത മനുഷ്യരുടെ ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു ദൃഷ്ടാന്തം മാത്രമാണത്. അങ്ങനെ നിന്ന ഒരിടത്താണ്, അങ്ങനെ നിൽക്കുന്ന കേരളത്തിലാണ്. കേരളം മാത്രം നമുക്ക് എടുക്കാം, വലിയ വിശാല അർത്ഥത്തിൽ പോവേണ്ട. കാരണം പ്രാദേശികമായ വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ ഓരോ സ്ഥലത്തുമുണ്ട്. അത് അഡ്മിനിസ്ട്രേഷനിലുണ്ട്, രാജാക്കന്മാരുടെ സ്വഭാവത്തിലുണ്ട്. അങ്ങനെയുള്ള കേരളത്തിൽ കൊല്ലവർഷം 936 തിരുവിതാംകൂർ രാജാവ്, രാജകുടുംബം, ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ദൈവമായി നമ്മൾ കാണുന്ന ഏറ്റവും ധനികനായ ദൈവം പത്മനാഭസ്വാമി. ഇനി ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തായാലും ഏറ്റവും ധനികനായ ദൈവം നമ്മൾ പറയേണ്ടി വരും. പത്മനാഭസ്വാമിക്ക് രാജാവ് ഒരു ഉടമ്പടി കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും, ഈ ലോകത്ത് എന്തൊക്കെ മറിമായങ്ങൾ ഉണ്ടായാലും ബ്രാഹ്മണന്റെ കാര്യം ഞാൻ നോക്കും, ബ്രാഹ്മണ കുടികളുടെ കാര്യം ഞാൻ നോക്കും. പിന്നെ ഈ കുടി, വീട്, ഇതൊക്കെ കൊട്ടാരം, ഇതെല്ലാം പല ജാതികളിലും ഓരോരോ പ്രയോഗങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവേണ്ട. അതൊക്കെ രസമാണ്, നമ്മളൊന്ന് അന്വേഷിച്ച് പോയ വളരെ രസമായിട്ട് നമുക്ക് മനസ്സിലാകും. ഓരോന്നിനും ഓരോ പ്രയോഗമാണ്. അവിടെയാണ് സുനിൽ മാഷ് എപ്പോഴും പറയുന്നത്, ഇളയന മാഷ് എപ്പോഴും പറയില്ലേ, ഉപ്പ എന്ന് പറയാൻ പാടില്ല, കുളിച്ചത് എന്ന് പറയണം. ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലപ്പെട്ട മനുഷ്യരുള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന പോലെ രാജാവുമായിട്ട് രാജകുടുംബം കൊല്ലാവർഷം 936 ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ബ്രാഹ്മണന്റെ കാര്യവും ബ്രാഹ്മണ കുടുംബങ്ങളുടെ കാര്യവും ഞാൻ ആദ്യം നടത്തും. പിന്നെ എന്റെ ക്ഷത്രിയന്റെ കാര്യവും ക്ഷത്രിയ കുടുംബ കാര്യങ്ങളും ഞാൻ നടത്തും. ഈ ദേശത്തെ എല്ലാ ദേവാലയങ്ങളുടെയും ഈശ്വര സേവകളുടെയും കാര്യം ഞാൻ നടത്തും. പിന്നൊന്നിനും, പിന്നുള്ളതൊക്കെ ശൂന്യം, നമുക്കറിയാം, ബാക്കി വിട്ടു. ഇതാണ് രാജാവിന്റെ തിരുവിതാംകൂർ രാജാവിന്റെ ഉടമ്പടി. ആരുമായി? അനന്തപത്മനാഭനുമായി. ഇതിന്റെ ഒരു തെളിവ് വളരെ ഇതായിട്ട് ചരിത്രത്തിൽ നിൽക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് വേലുത്തമ്പി ദളവ ആരോടാ യുദ്ധം ചെയ്യുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് യുദ്ധം ചെയ്യുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് വളരെ ശക്തമായി യുദ്ധം ചെയ്ത് സ്വരാജ്യം, എന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്ത വേലുത്തമ്പി ദളവയെ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ലാതാക്കിയതെന്നൊക്കെയുള്ള ചരിത്രം നമുക്കറിയാം, കഥകൾ നമുക്കറിയാം. വേലുത്തമ്പി ദളവയെ അടിച്ചമർത്തിയതിന്റെ ഫലമായിട്ട്, ഇല്ലാതാക്കിയതിന്റെ ഫലമായിട്ട്, വേലുത്തമ്പിയുടെ ആക്രമണത്തെ അമർച്ച ചെയ്തതിന്റെ ഫലമായിട്ട് 15 ലക്ഷം, അന്നാണേ, ഇന്നല്ല, 15 ലക്ഷം രൂപ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് കെട്ടണമെന്ന് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ഗൗരി ലക്ഷ്മി ഭായിയോട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെടുകയാണ് രേഖാമൂലം. 789 റാണി ഗൗരി ലക്ഷ്മി ഭായി അന്നത്തെ റെസിഡന്റ് ആയിരുന്ന മൺട്രോയ്ക്ക് മറുപടി എഴുതുകയാണ്. പ്രിയ സഹോദര എന്നാണ് റാണി ലക്ഷ്മി ഭായി പ്രസിഡന്റ് മൺട്രോയെ അഡ്രസ് ചെയ്യുന്നത്. പ്രിയ സഹോദര, എനിക്ക് ഈ പൈസ അടയ്ക്കാൻ നിവർത്തിയില്ല. കാരണം ഭൂനികുതി ഇനത്തിൽ എനിക്കുണ്ടായ വരുമാനം മുഴുവൻ ഈ നാട്ടിലെ ബ്രാഹ്മണരുടെ കാര്യങ്ങളും നമ്മളുടെ കൊട്ടാരം വക കാര്യങ്ങളിലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഈശ്വര സേവയും പൂജയും പുണ്യകർമ്മങ്ങളും ചെയ്ത് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ബാക്കി രാജ്യത്തിന്റെ ഇടപാടുകൾ ഒന്നും നടത്താൻ പറ്റുന്ന സാമ്പത്തിക ശേഷി ഇന്ന് എൻ്റെ കയ്യിലില്ല.
അതുകൊണ്ട് തന്നെ ഈ 15 ലക്ഷം രൂപ പണമടയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ യുവതി കഴിക്കുന്ന ഗൗരി ലക്ഷ്മി ഭായിയുടെ ജീവിതം അന്വേഷിക്കുമ്പോൾ തിരുവിതാംകൂർ രാജ്യ പട്ടണത്തിന് വെളിയിൽ കടൽ തീരത്ത് ഒരു ശൃംഗാര ബംഗ്ലാവുണ്ട്. യൂറോപ്യൻ ഐക്യമുണ്ട്, യൂറോപ്പുകാർക്ക് ഐക്യമുണ്ട്. അവർക്ക് കൊട്ടാരത്തിനകത്ത് വന്നിരുന്ന് നാട് ഭരിക്കുന്ന രാജാവുമായിട്ട് ചർച്ചകൾ ചെയ്യാൻ പറ്റില്ല. രാജ്യത്തിലെ ഒരു നയതന്ത്രങ്ങളെ കുറിച്ചും കൊട്ടാര കെട്ടിനകത്ത് വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഈ റെസിഡന്റ് മൺട്രോ ഉൾപ്പെടെയുള്ളവർക്ക് ഐത്തം കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അവനെ തൊട്ടുകൂടാ, കണ്ടുകൂടാ, ഒന്നും ചെയ്തുകൂടാ. പക്ഷെ റാണി ലക്ഷ്മിഭായി വിളംബരം, ഗൗരി റാണി ലക്ഷ്മിഭായി വിളംബരം കൊടുത്തു. യൂറോപ്യന്മാരായിട്ടുള്ള ഡോക്ടർമാർക്ക് കൊട്ടാരക്കെട്ടിനകത്ത് വരാം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നാഡി പരിശോധിക്കാം. കാരണം അന്ന് ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ, ചികിത്സ കിട്ടണമെങ്കിൽ ഇന്ത്യ അടക്കി ഭരിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് വരാം. മാത്രമല്ല, ഈ റാണിയുടെ സ്ഥാനാരോഹണ ദർബാർ ഇവർക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന കടൽത്തീരത്തുള്ള ബംഗ്ലാവിൽ വെച്ച് നടത്തുകയും ചെയ്ത ലക്ഷ്മിഭായിയാണ്. പക്ഷെ അവര് അതേപോലെ തന്നെ ഉറക്കെ പറഞ്ഞു, തുറന്നു പറഞ്ഞു, പുരോഗമനപരമായി ചിന്തിക്കുന്ന എനിക്ക്, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക്, പക്ഷെ ഈശ്വരന്റെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ നിൽക്കുന്ന ചാതുർണ്യ വ്യവസ്ഥ അധിഷ്ഠിതമായ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനുള്ള പൂജയും അമ്പല സേവയും ബ്രാഹ്മണ സേവയും ഒക്കെ കഴിഞ്ഞ് മാത്രമേ എന്തെങ്കിലും ഒരു പണം ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാ തരത്തിലും നാടിനെ, ഒരു പക്ഷേ ഇപ്പൊ ചിന്തിച്ചാൽ നമുക്കതിനൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ കിട്ടും. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള നാട്ടിലെ ജനങ്ങളെ എങ്ങനെ ജനങ്ങളുടെ സൗഖ്യത്തിനും വികസനത്തിനും പുരോഗതിക്കും വേണ്ടി എങ്ങനെ ഭരിക്കണം എന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് ചിന്തിക്കുന്നിടത്ത് അതിനെ ഏതെല്ലാം രീതിയിൽ ഉപരോധിക്കാമോ അത്രയും രീതിയിൽ ഉപരോധിച്ചു നിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു കേന്ദ്ര ഭരണകൂടം നമ്മളുടെ ഇവിടെ ഏത് രീതിയിലാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും കേരളത്തിന്റെ വികസന താല്പര്യങ്ങളെയും ഹനിക്കുന്നത് എന്നുള്ള നമ്മളുടെ മുന്നിൽ കാണുന്ന ദൃഷ്ടാന്തം പോലെ തന്നെ അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും തിരുവിതാംകൂർ രാജാവിന്റെ, റാണിയുടെ പുരോഗമനപരമായ സ്ത്രീപക്ഷം ഉൾപ്പെടെയുള്ള ചിന്തകൾക്ക് വിലങ്ങുതടിയാവുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പരമാധികാര ഭരണ അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ആ ബന്ധത്തിനും അപ്പുറത്തേക്ക് ആചാരവിശ്വാസ നിഷ്ഠകളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ചാതുർവർണ്ണ പ്രയോഗമുള്ള ഒരു സമൂഹത്തിന്റെ ചാതുർവർണ്ണ നിഷ്ഠകളെ തൊട്ടാൻ, അല്ലെങ്കിൽ ആചാരബന്ധിതമായിരിക്കുന്ന ശീലങ്ങളെ തൊടാൻ ഞാൻ അപ്രാപ്തയാണ് എന്നാണ് റാണി ലക്ഷ്മിഭായി ആ കാലഘട്ടത്തിൽ പറയുന്നത്. അത്രയധികം ഈ ഒരു വ്യവസ്ഥ, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനമുള്ള വ്യവസ്ഥ, ജാതി അടിസ്ഥാനത്തിൽ മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചു നിർത്തുന്ന വ്യവസ്ഥ, ജാതി അടിസ്ഥാനത്തിൽ എല്ലാ ജാതിയിലും പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ തൊടാൻ, ആ വ്യവസ്ഥയിൽ ലംഘനം വരുത്താൻ, ആ വ്യവസ്ഥയിൽ ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ഒരു അധികാരിക്ക് പോലും പറ്റുന്നില്ല എന്നുള്ള ഒരു കാർക്കശ്യം നമ്മുടെ ഇവിടെ നിലനിന്നിരുന്നു. ഒരുപാട് കാലം മുമ്പൊന്നുമല്ല, 18-19 നൂറ്റാണ്ട് കാലങ്ങളിൽ. അത് തൊടാൻ പറ്റുന്നില്ല. കാരണം അത് ഈശ്വര വിശ്വാസ നിഷ്ഠകളുമായിട്ട് ബന്ധിതമാണ്, ഈശ്വര വിശ്വാസവുമായി ബന്ധിതമാണ്, നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്താഗതികളോട് ബന്ധിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. ഇതേ സമയം ആയുർവേദം പഠിക്കാം എല്ലാവർക്കും, കാരണം അത് ആൾക്കാരെ ചികിത്സിക്കണം. പശുവിനെ കുഴിച്ചിടേണ്ടവനെങ്കിലും ജീവിച്ചിരിക്കണമല്ലോ, അപ്പൊ അവനൊരു രോഗം വന്നാൽ അവനെ ചികിത്സിക്കണമല്ലോ.
നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഈ കേട്ടതും കണ്ടതും മാത്രം പറയുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെയൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ചിന്തിക്കാനും പറയാനും ശീലിക്കുക എന്നുള്ളത് ഈ ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ ഈ ആനുകാലിക കാലഘട്ടം ആവശ്യപ്പെടുന്ന സമരത്തിന്റെ ഒരു മുഖമായി തന്നെയാണ് ഞാൻ കാണുന്നത്. പശുവിനെ കുഴിച്ചിടാനെങ്കിലും ഇവിടെ ശൂദ്രൻ ജീവിച്ചിരിക്കണം. അതുകൊണ്ട് ആയുർവേദം ആർക്കും പഠിക്കാം. ആയുർവേദം ആർക്കും പഠിക്കാം. ആയുർവേദ ആചാര്യന്മാർ ആരൊക്കെയാ? നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. 7ാം ക്ലാസ്സിലാണ് ഞാനത് പഠിച്ചത്. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. അവിടെ ഉണ്ട്, ഉത്തരവുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചരകനും സുശ്രുതനും. അതിൽ ചരക മഹർഷി പറഞ്ഞു, ചാതുർവർണ്ണയത്തിൽ ആർക്കും ആയുർവേദം പഠിക്കാം. ബ്രാഹ്മണന് പഠിക്കാം, ക്ഷത്രിയന് പഠിക്കാം, വൈശ്യന് പഠിക്കാം, ശൂദ്രനും പഠിക്കാം. കാരണം ആയുർവേദത്തിൽ ഈ ശൂദ്രനും പണിയുണ്ട്. അപ്പിയിട്ട് കിടക്കുന്നവനെയും മൂത്രമൊഴിച്ച് കിടക്കുന്നവനെയും കഴിയിക്കാനും വൃത്തിയാക്കാനും അവന്റെ മുറി തുടയ്ക്കാനും മുറി കഴുകാനും അവന്റെ തുണി കഴുകാനും ഒക്കെ ഐറ്റത്തിൽ തൊടാൻ പറ്റാത്ത ശൂദ്രൻ ആ വീട്ടിൽ വന്ന് അത്യാവശ്യം പുറത്തെറിഞ്ഞിട്ടിരിക്കുന്ന തുണിയെങ്കിലും കഴുകി കൊടുക്കേണ്ട ചുമതല അവനുണ്ട്. അതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ഈ ചാതുർവർണ്ണ്യം അങ്ങനെ പ്രയോഗിക്കേണ്ട, അത് ആർക്കും പഠിക്കാം. ചരകൻ പറഞ്ഞു, ചരക മഹർഷി പറഞ്ഞു. പക്ഷെ അവിടെയും പ്രശ്നം, അവിടെ സുശ്രുത മഹർഷി തിരിച്ചാണ് പറഞ്ഞത്. പ്രയോഗങ്ങൾ പഠിപ്പിച്ചോളൂ, പണിയൊക്കെ പഠിപ്പിച്ചോളൂ, മന്ത്രമൊന്നും പഠിപ്പിക്കല്ലേ. ആരോഗ്യ ചികിത്സാ സമ്പ്രദായത്തിലെ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സാ സമ്പ്രദായം, എൻ്റെ അച്ഛനൊരു ആയുർവേദ ഡോക്ടറായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കറിയാം സംസ്കൃതത്തിലുള്ള ഓരോ മന്ത്രങ്ങളും ഓരോ ചികിത്സാ വിധികളും സഹസ്രയോഗവും ഒക്കെ പുസ്തകങ്ങൾ വീട്ടിലിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ അത് ഓരോ മന്ത്രവിധി പ്രകാരമാണ്. ഓരോ കഷായം കുടിക്കുന്നതിനോ മരുന്ന് സേവിക്കുന്നതിനോ കൃത്യമായ നിഷ്ഠയുണ്ട്. ആ നിഷ്ഠ അത് മന്ത്രരൂപത്തിൽ ശ്ലോകങ്ങളുടെ രൂപത്തിലൊക്കെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള 5ാം വേദമാണ് എന്ത്? ആയുർവേദം. വേദമാണ്, അറിവാണ്. ആ അറിവിന്റെ ഇടങ്ങളെ അതിന്റെ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു ശൂദ്രനും വൈശ്യനും ഒക്കെ. പക്ഷെ അതിന്റെ മന്ത്രമൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. ആ മന്ത്രമൊന്നും വൈശ്യനെയും പഠിപ്പിക്കരുത്, ശൂദ്രനെയും പഠിപ്പിക്കരുത്. അതൊക്കെ ബ്രാഹ്മണന്റെ കയ്യിൽ മാത്രം ഇരിക്കണം, മഹർഷിയുടെ കയ്യിൽ മാത്രം ഇരിക്കണം. പിന്നെ അതിന് മഹർഷിയെ വിശ്വസിക്കാൻ, മഹർഷിക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണേ രാജാവ് പറഞ്ഞോട്ടെ, അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഈ ചാതുർവർണ്ണ വ്യവസ്ഥ എങ്ങനെ ഇവിടെ കർക്കശ സ്വഭാവത്തോടുകൂടി പിടിച്ചു നിർത്തി. അധികാര ശ്രേണിയുടെ സുഖത്തിൽ, അധികാര ശ്രേണിയുടെ അവരുടെ അധികാര പ്രയോഗത്തിന്, ഒരു ബലത്തിന്, വീര്യത്തിന്, സുഖത്തിന്, അധികാരത്തിന് അവരെ എത്ര കാർക്കശ്യമായിട്ടാണ് ആരോഗ്യ സംവിധാനങ്ങളുടെ നിഷ്ഠ പോലും പാലിച്ചതെന്ന് ആലോചിക്കുക. വൈശ്യനും ശൂദ്രനും മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. പക്ഷെ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട പണി കുറുന്തോട്ടി ഇടിക്കാനോ കല്ലിളക്കാനോ കഴുകാനോ അല്ലെങ്കിൽ കാട്ടിൽ പോയി പറിച്ചു കൊണ്ടുവരാനോ, മുള്ളും ഒക്കെയുള്ള പൊന്തകളിൽ നൂഴ്ന്നു നടക്കുന്നവൻ അതിനുള്ള ശീലമുണ്ടെങ്കിൽ അവൻ പോയി പറിച്ചു കൊണ്ടുവന്ന് വേലിക്കപ്പുറത്ത് വെച്ചോട്ടെ. പക്ഷേ അവനിത് എന്തിനാണെന്നോ ഏത് പനിക്കാണെന്നോ ഏത് അസുഖത്തിനാണെന്നോ അങ്ങനെ പാടില്ല. വേട്ടിച്ചിക്ക് കട്ടില് വേറെ വേറെയാണ്. പ്രസവിക്കാൻ കിടക്കുന്ന പെൺകുട്ടികൾക്ക് കട്ടില് വേറെ വേറെയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ശൂദ്ര പെണ്ണിന് ചേരുകൊണ്ടാണ് കട്ടിൽ. ചേരിന്റെ സ്വഭാവം എന്താ? ചൊറിയും. ശൂദ്ര പെണ്ണിന് ചേരുകൊണ്ടാണ് കട്ടിൽ. വൈശ്യന് കുറച്ചുകൂടി ചൊറിയാത്ത കട്ടിൽ ഉപയോഗിക്കാം. പക്ഷെ വലിയ ബലമൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പൊളിയാവുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ പാഴ്മരങ്ങൾ ഉപയോഗിക്കാം. ക്ഷത്രിയൻ എന്തായാലും എന്തായിരിക്കും? നല്ല സപ്രമഞ്ച കട്ടിലായിരിക്കും. ബ്രാഹ്മണന് ഈ സപ്രമഞ്ച കട്ടിലിൽ രാമച്ചുരം കൂടി വിരിച്ചു കൊടുക്കാം. പേറ്റിച്ചിക്കാം കേട്ടോ, പ്രസവിക്കാൻ പോകുന്നതൊക്കെ. അപ്പൊ ഗർഭധാരണം മുതൽ ചിതയിലേക്ക് എടുക്കുന്നിടം വരെ ബ്രാഹ്മണാടിസ്ഥാനത്തിൽ 16 കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നീട് മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങളുടെ അവകാശങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, ഇതേതെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാമാണെങ്കിലും പ്രസവിക്കാൻ പോകുന്ന പേറ്റിച്ചിക്ക് പ്രസവ വേദനയോടുകൂടി ശരീരം കലങ്ങി മറിയുന്ന സമയത്ത്, മനസ്സ് കലങ്ങി മറിയുന്ന സമയത്ത്
ഈ ഭൂമിയിലേക്ക് ഒരു പുതിയ ജന്മം കൊടുക്കുന്ന ഏറ്റവും പവിത്രമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ പോലും ശൂദ്രച്ചിയാണ് അവ ചൊറിഞ്ഞു കിടക്കണം എന്ന് പറയുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന ഒരു കേരളത്തിൽ, ഒരു ദേശം എന്നാൽ അത് വെറും മണ്ണല്ല, അവിടുത്തെ മനുഷ്യനാണ് എന്ന് നമ്മൾ ആദ്യമേ പറയുന്ന കേരള മണ്ണിൽ അങ്ങനെയുള്ള ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കേരളം. ഇതാണ് ഇന്നലത്തെ മതേതര കേരളം. നമ്മൾ മിക്സ് ചെയ്തു പോയതാ മതേതരവും ജാതിയും കൂടി. ജാതി കേരളം എന്നാണ് എൻ്റെ അർത്ഥം. ജാതി കേരളം, മതകേരളമല്ല, ജാതി കേരളം. ചാതുർവർണ്ണ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മനുഷ്യനല്ലാതെ കണ്ടിരിക്കുന്ന, മനുഷ്യനെ തമ്മിൽ വിഭജിക്കുന്ന, മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനുഷ്യന് ദുര്യോഗം വരുത്തുന്ന, മനുഷ്യന്റെ വളർച്ചയെ തടയുന്ന, മനുഷ്യന്റെ ബുദ്ധിശേഷിയെ തടയുന്ന, മനുഷ്യന്റെ വികസന കാഴ്ചപ്പാടുകളെ തടയുന്ന, ഈ ഭൂമിയിൽ പ്രയോഗിക്കപ്പെടുന്ന ശാസ്ത്ര യുക്തി ബോധത്തോടു കൂടിയുള്ള എല്ലാ പ്രക്രിയകളെയും പ്രതിഭാസങ്ങളെയും മനുഷ്യന്റെ ചിന്താമണ്ഡലത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലേക്ക് ജാതി മേൽക്കോയ്മകൾ, ജാതി അധികാരത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യത്വം ഇല്ലായ്മ ചെയ്ത് ഇന്നലത്തെ കേരളത്തിൽ, ആ കേരളത്തിലേക്കാണ് സ്വാമി വിവേകാനന്ദൻ വരുന്നത്. ആ കേരളത്തിലേക്കാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച ഹിന്ദു മതവിശ്വാസിയായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞേ. ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് വന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞേ? കേരളം ഭ്രാന്താലയമാണ്. നമ്മൾ ഒറ്റ സെന്റൻസിൽ അതങ്ങ് തീർക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ് എന്നൊരു ഒറ്റ വാക്യത്തിലല്ല പറഞ്ഞത്. ഈ ലോകം മുഴുവൻ നടന്നിട്ടുള്ള ഞാൻ എവിടെയും കണ്ടിട്ടില്ല ബ്രാഹ്മണൻ നടക്കുന്ന പാതയിലൂടെ മറ്റൊരു മനുഷ്യജീവിക്ക് നടക്കാൻ അധികാരമുള്ള പൊതുനിരത്തുണ്ട് എന്ന് ഞാൻ വേറെ എവിടെയും കണ്ടില്ല. ഇവിടെ ഈ ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഈ വ്യവസ്ഥക്കെതിരെ ഒരു സമൂഹം ഉണർന്നതില്ലാതാക്കുന്നിടം വരെ നിങ്ങളെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കാനേ എനിക്ക് കഴിയൂ. ഇത് എന്റെ വാക്കല്ല, നമ്മുടെ ആരുടെയും വാക്കല്ല. ലോകം മുഴുവൻ നടന്ന സന്യാസി സൃഷ്ടനായിരിക്കുന്ന ഇതേ ചാതുർവർണ്ണ വ്യവസ്ഥ ഇന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും ഇവിടെ തിരിച്ചു വരണമെന്നും അതനുസരിച്ച് ഈ ഭൂമി അല്ലെങ്കിൽ ഈ രാജ്യം, ഈ കേരളത്തിൽ നടക്കണമെന്നും അതിനനുസരിച്ച് മനുഷ്യൻ ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്ന കേരളം ഏറ്റവും പരിശുദ്ധമാകുന്ന നല്ല നാടാകുമെന്നും അങ്ങനെ ഒരു നാട്ടിൽ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചിട്ട് അയ്യപ്പ സേവ ചെയ്യണമെന്നും ഈ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട ഒരു MP ഉള്ള ഈ കേരള നാട്ടിൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാട്ടോ, ഞങ്ങളാരും തിരുവനന്തപുരത്ത് കിടക്കുന്ന അങ്ങേർക്ക് ഇവിടെ വരണ്ടേ ഒന്ന് ജയിക്കാൻ. എന്ത് പറയാൻ? ഈ ചാതുർവർണ്ണ്യം നിലവിൽ നിങ്ങളല്ല, ഈ മണ്ഡലമല്ല, ചാതുർവർണ്ണ്യം നിലവിൽ വരണം. എന്തിന്? ഒരാൾ നടക്കുന്ന ഭൂമിയിൽ, ഒരാൾ നടക്കുന്ന പെരുവഴിയിൽ മറ്റൊരാൾക്ക് നടക്കാൻ അവകാശമില്ല എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്ക് മനുഷ്യനെ അധമനായി, മനുഷ്യനെ പാർശ്വവൽക്കരിച്ച് മനുഷ്യത്വമില്ലാത്ത പ്രയോഗങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊടുത്ത് സമൂഹത്തിലെ ഏറ്റവും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ നടപ്പാക്കാൻ, ആ വ്യവസ്ഥയായിരുന്നു കേരളം. ആ വ്യവസ്ഥയിലേക്ക് ഇതേ ഹിന്ദുമത സന്യാസി, പക്ഷെ ഇതേ ഹിന്ദുമത സന്യാസി അല്ല, ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ വേദ ഉപനിഷത്തുകളെല്ലാം പഠിച്ച് അറിഞ്ഞു വന്ന അറിവുള്ള വിജ്ഞാനമുള്ള ഹിന്ദു എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും വലിയ മുതൽക്കൂട്ടും ഏറ്റവും വലിയ കാതലും എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെയുള്ളവ അനുശാസിക്കുന്ന അറിവും വിജ്ഞാനമാണെന്നും ആ അറിവും വിജ്ഞാനവും മനുഷ്യനെയും ഈ ചരാചരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയെയും ഏറ്റവും ഭംഗിയായി അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള പാകത്തിലേക്ക് പുരോഗതിയിലേക്ക് വളർത്താനുള്ളതാണ് അറിവും വിജ്ഞാനവും എന്ന് മനസ്സിലാക്കിയിരുന്ന 18ഉം 19ഉം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച 19ആം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹർഷി ഋഷിവര്യനായിരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ കേരളത്തെ കുറിച്ച് പറഞ്ഞതാണ്, നിങ്ങളുടെ ഈ നാട്ടിൽ നടക്കുന്ന ജാതി വ്യവസ്ഥയുടെ ദുരാചാരങ്ങളിൽ ലജ്ജിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഈ കേരളം, ഈ മലബാർ നമ്മൾ ഇപ്പോഴത്തെ മലബാർ മാത്രമല്ല, വലിയൊരു ഭൂവിഭാഗ കേരളം ഭ്രാന്താലയമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. പക്ഷെ കേരളത്തിനൊരു വലിയ സ്വഭാവമുണ്ട്. കേരള ജനതയ്ക്ക് ഒരു വലിയ വൃത്തികെട്ട സ്വഭാവം.
സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും സാധ്യതയുള്ള സ്വഭാവം. എവിടാണോ ചലഞ്ച് ചെയ്യുന്നത് അവിടെ എന്ത് പറ്റും? കാരണം കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ തിരിച്ചു മാറ്റേണ്ടി വരും. അവിടെ അടിയിടി മാർഗം ഏതായാലും ശരി, എന്തിനാണോ നിന്നെ വെല്ലുവിളിച്ചത് അവിടെ നിന്ന് നമ്മൾ നേടിക്കൊണ്ടേ പോരും. കേരളത്തിൽ വന്നു നിന്നിട്ട് അന്യ സ്ഥലത്തുള്ള ഏത് സന്യാസിയാണെങ്കിലും, ഏത് ഋഷിവര്യനാണെങ്കിലും, ഏത് ജ്ഞാനിയാണെങ്കിലും, നിങ്ങൾ അമേരിക്കയിൽ പോയി പ്രസംഗിച്ചിട്ട് വന്നാലും എവിടെ പോയി പ്രസംഗിച്ചിട്ട് വന്നാലും കേരളത്തിൽ വന്നു നിന്നിട്ട് കേരളം ഭ്രാന്താലയം എന്ന് പറയുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, കേരളം ഭ്രാന്താലയം അല്ലാതായിരിക്കും. കേരളം പിന്നീടെടുത്ത സാമൂഹ്യ പരിഷ്കരണം അതാണ്. 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ലോകത്തൊട്ടാകമുണ്ടായ സാംസ്കാരിക വിസ്ഫോടനത്തിൽ ഏറ്റവും വലിയ സാംസ്കാരിക വിസ്ഫോടനം മാനവിക അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന പദത്തിൽ മനുഷ്യനാണ് ജാതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഹ്വാനത്തിലേക്ക് കേരളത്തിന്റെ ശബ്ദം ഉയർന്നു നിൽക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റിമറിച്ചു എന്നുള്ളിടത്താണ് ഇന്നത്തെ കേരളം ഉണ്ടായത്. അതാണ് മതേതര കേരളത്തിന്റെ ഇന്ത്യ. അവിടെ ആരെല്ലാം ഉണ്ട്? ശ്രീനാരായണ ഗുരു ഉണ്ട്, അയ്യങ്കാളിയുണ്ട്, വാഗ്ഭടാനന്ദുണ്ട്, പൊയ്കയിൽ അപ്പച്ചനുണ്ട്. ഇങ്ങനെ വന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരാണ്. മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഇന്നും അറുകൊല നടത്തുന്ന ആൾക്കാരല്ല, അത് മനുഷ്യനല്ല. ഇന്നും അറുകൊല നടത്തുന്ന മനുഷ്യരുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക? ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വന്ന് കാറിൽ ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ചെറിയ തലചുറ്റൽ പോലെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഗിഡ്നസ് ഉണ്ടായിരുന്നു. 2 ആഴ്ചയായിട്ട് നല്ല പനിയും ത്രോട്ട് ഇൻഫെക്ഷനും ആന്റിബയോട്ടിക് ഇന്നലെയാണ് കഴിഞ്ഞത്. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 9:30 കാറിൽ കയറിയിട്ട് ലഞ്ച് പോലും കഴിക്കാതെ, കാരണം ലഞ്ച് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം തെറ്റും ഇവിടെ എത്താൻ എന്നുള്ളത് റോഡിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലായി. വഴി നടക്കുന്നു. ഇടയ്ക്ക് സ്നാക്സും അങ്ങനെയൊക്കെ കഴിച്ച് ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ തലചുറ്റൽ പോലെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹവും ഒരകലമില്ലാത്ത പെരുമാറ്റം, ഇന്നലെ ഇന്നും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരെ പോലെയുള്ള ഒരു പെരുമാറ്റം, ഒരു അന്യതാബോധം തന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇവിടുമായിട്ട് അങ്ങോട്ട് ചേരാൻ പറ്റി. അതിനും അപ്പുറത്തേക്ക് ഇവിടെ വന്നിരുന്ന് എന്നെ നമ്മൾ ഔദ്യോഗികമായി സ്വീകരിക്കുക, ഔദ്യോഗികമായി നമുക്ക് ഈ പരിപാടി തുടങ്ങാമെന്ന് വരുമ്പോൾ ഈ അമ്പലത്തിന്റെ തിരുനടയിൽ, അമ്പലത്തിന്റെ പ്രിമൈസിൽ ഇന്ന് ബക്രീദിന്റെ ദിനത്തിൽ സൂഫി കലാകാരന്മാർ സൂഫി പാട്ടുപാടി, സൂഫി നൃത്തം ചവിട്ടി, അതിനൊരു ചിട്ടയോടുകൂടി, അതിനൊരു സംവിധായകൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ ഒരു സാംസ്കാരിക ഘടനയെ എങ്ങനെ ആയിരിക്കണമെന്ന് ഏറ്റവും നല്ല പ്രയോഗമായി കാണിച്ചുകൊണ്ട് ഈ ഓണനാളിന്റെ സാംസ്കാരിക സംഗമത്തിന് നമ്മൾ തുടക്കം കുറിച്ചത്. അത് ഞാൻ പറയുന്ന വാക്കുകൾ ഏറ്റവും ചുരുങ്ങിയതാണ്. അത് എനിക്ക് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സന്തോഷമല്ല. കാരണം നമ്മളെല്ലാവരും ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന നിങ്ങളും ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്ന ഞാനും, നമുക്കെല്ലാവർക്കും ഉള്ളിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്താ? മനുഷ്യനുണ്ടായിരിക്കും, മനുഷ്യന് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന, മനുഷ്യരെ തമ്മിൽ അസമത്വം പറഞ്ഞ് മാറ്റി നിർത്താത്ത, മനുഷ്യരെ തമ്മിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ലിംഗവ്യത്യാസമോ പറഞ്ഞ് മാറ്റി നിർത്താത്ത ഒരു നാളെ അല്ലേ? അല്ലെങ്കിൽ ഇന്നതില്ല. നിറം പറയും ഇല്ലേ? നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാ. തടി പറയും. സീരിയലുകാർക്കൊക്കെ തടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. മെലിഞ്ഞിരുന്നാലൊന്നും സീരിയൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാരും നടക്കല്ലേ. ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട്, ഒരു ഗുമ്മൊക്കെ തോന്നുന്നുണ്ട്. ഗുമ്മിന് വേറെ വാക്കുണ്ട്, അത് പറയുന്നില്ല. ഞങ്ങൾക്കറിയാന്ന്. അങ്ങനെ മനുഷ്യനെ പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും പല 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 കള്ളികളിലേക്കാക്കി വേർതിരിച്ചു നിർത്തുന്ന ഈ സമൂഹത്തിൽ ആ വേർതിരിഞ്ഞ് നിൽക്കാൻ നമ്മൾ നിർബന്ധമാണിപ്പോ. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇടയിൽ നമുക്ക് സംഭവിക്കുന്ന ചില നിർബന്ധങ്ങൾ. ഇപ്പൊ കല്യാണം ഇത്ര ആഘോഷമായിട്ടൊന്നും നടത്തണ്ട, ഒരു 50 പേരെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി പോക്കറ്റിലുള്ള പൈസ കൊണ്ട് നടത്തിയാൽ മതി എന്ന് വിചാരിച്ചാൽ നമ്മൾ സമൂഹത്തിൽ ആരായി മാറും?